അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അഹമ്മദ് നസീം ബാഖവി ഉസ്താദിൻ്റെ ഖിറാഅത്ത് കേട്ടുകൊണ്ട് മുസ്ഹഫിൽ നോക്കി ഖത്തം ഓതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഇതിൻ്റെ സനദ് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്തെ പള്ളിയിലെ ഇമാമുകളായ കാരിയങ്ങളായ ഹാഫിലീങ്ങളായ ഉസ്താദുമാരിൽ നിന്ന് ഖിറാഅത്തിൻ്റെ സനദൊക്കെ കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട ഉസ്താദാണ് നമുക്ക് ഖിറാഅത്ത് ഓതുന്നത്. ആ ഉസ്താദിൻ്റെ ഓത്ത് കേട്ട്, ആ ഉസ്താദിൻ്റെ ഓത്ത് യൂട്യൂബിൽ ഇങ്ങനെ ഉറക്കനെ വെക്കുക, നമ്മൾ മുസാഫ് തുറന്നു വെച്ച് മുസാഫിൽ നോക്കി മെല്ലനെ ഓതുക. ഇങ്ങനെയാണ് ഈ ഖത്തം നമ്മൾ പൂർത്തിയാക്കേണ്ടത്. എവിടെയെങ്കിലും തെറ്റ് വന്നു സംഭവിച്ചു എന്ന് സംശയം തോന്നിയാൽ ഓത്തൊന്ന് തൽക്കാലത്തേക്ക് നിർത്തുക, എന്നിട്ട് ആ തെറ്റ് തിരുത്തി വീണ്ടും വീഡിയോ പ്ലേ ചെയ്ത് ഇങ്ങനെ ഓതുക. ഒരു ദിവസം ഒരു വട്ടം ഓതിയാൽ ഈ ഖത്തം തീരുമ്പോൾ ഒരു ഖത്തം പൂർത്തിയാകും. ഒരു ദിവസം നാം ഓതുന്ന രണ്ട് വട്ടം ഓതിയാൽ, ഓരോ ദിവസം 2 വട്ടം വീതം ഓതിയാൽ, രാവിലെ ഒരു വട്ടം ഓതുക, ഉച്ചക്ക് പിന്നെ ഓതുക, മഗ്‌രിബിനെ വേറെ ഓതുക, അങ്ങനെ 3 വട്ടം ഓതുകയാണെങ്കിൽ 3 ഖത്തം പൂർത്തിയാകും. നിങ്ങളുടെയൊക്കെ ഒഴിവ് പോലെ, സന്ദർഭം പോലെ ഖത്തമുകൾ അധികരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. കഴിഞ്ഞ നമ്മുടെ മജ്‌ലിസിൽ 5 ഖത്തം വരെ ഓതിയവരുണ്ടായിരുന്നു, 7ാം ഘട്ട ഖത്തമുൽ ഖുർആൻ മജ്‌ലിസിൽ. എന്നാൽ 6ാം ഘട്ട ഖത്തമുൽ ഖുർആൻ മജ്‌ലിസിൽ 6 ഖത്തം വരെ ഓതിയവരുണ്ടായിരുന്നു. അള്ളാഹു ഇതുവരെ ഓതിയവരെയും ഇനി ഓതാൻ ആഗ്രഹിക്കുന്നവരെയും ഒക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഖുർആൻ ഖത്തം ഓതണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്. പക്ഷേ അത് ഓതിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഇവിടെ എങ്ങനെയാണ് നീട്ടേണ്ടത്, ഇവിടെ എങ്ങനെയാണ് മണിക്കേണ്ടത്, ഇവിടെ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത് എന്നറിയാതെ ഖത്തം പൂർത്തിയാക്കാൻ പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവർക്കുള്ള ഒരു വഴികാട്ടിയാണ് നമ്മുടെ MS വോയിസിൻ്റെ ഖത്തമുൽ ഖുർആൻ മജ്‌ലിസ് എന്ന ഈ ചാനൽ. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഖത്തം ഓതാം. ഉസ്താദ് ഓതുന്നത് പോലെ ഓതുക, ഉസ്താദ് നിർത്തുന്നത് പോലെ നിർത്തുക, ഉസ്താദ് മണിക്കുന്നത് പോലെ മണിക്കുക, ഉസ്താദ് നീട്ടുന്നത് പോലെ നീട്ടുക. അങ്ങനെ അത്ര അങ്ങോട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും കഴിയുന്നത് പോലെ ചെയ്ത് അങ്ങനെ സാവധാനം ഖുർആൻ ഓതി ഖത്തം തീർക്കുക. വല്ലോണം ഒരു ഖത്തം തീർക്കാതെ നല്ലോണം ഒരു ഖത്തം തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സുന്ദരമായ മജ്‌ലിസിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുത്ത് അവരെയും മജ്‌ലിസിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. Welcome to the Khatmul Quran Majlis of MS Voice. Welcome to the Khatmul Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون. ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين. فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. وإذ قال موسى لقومه إن
إن الله يأمركم أن تذبحوا بقرة. قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. قالوا ادع لنا ربك يبين لنا ما هي. قال إنه يقول إنها بقرة لا فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا ربك يبين لنا ما لونها. قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. قالوا ادع لنا ربك يبين لنا ما هي إن البقرة شابه علينا وإنا إن شاء الله لمهتدون. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها. قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. وإذ قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. وإذا لقوا الذين آمنوا قالوا آمنا وإذا خلا بعضهم إلى بعض قالوا أتحدثونهم بما فتح الله عليكم ليحاجوكم به عند ربكم أفلا تعقلون. أولا يعلمون أن الله يعلم ما يسرون وما يعلنون. ومنهم أميون لا يعلمون الكتاب إلا أماني
وإن هم إلا يظنون فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون والذين آمنوا وعملوا الصالحات أولئك أصحاب الجنة هم فيها خالدون وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون وإذ أخذنا ميثاقكم لا تسفكون دماءكم ولا تخرجون أنفسكم من دياركم ثم أقررتم وأنتم تشهدون ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون أولئك الذين اشتروا الحياة الدنيا بالآخرة فلا يخفف عنهم العذاب ولا هم ينصرون
ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون صدق الله العظيم സുബ്ഹാനഹു തആല നാം ഓതിയതായ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പുഴകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ നാളെ നമ്മുടെ ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെടുവാനും ധാരാളം ഖത്മുകളൊക്കെ ഓതി തീർക്കാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മോമിനീങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മോമിനീങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. പരമാവധി ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഇശായിന് മുമ്പായിക്കൊണ്ട് നമ്മളെ മജ്‌ലിസിലേക്ക് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സക്കീന പുളിക്കൽ ജിദ്ദയിലുള്ള മകൻ്റെ ജോലിയിൽ ബറക്കത്തിനായി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മകൻ്റെ ജോലി അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ള ജോലിയിൽ നിന്ന് കിട്ടുന്നത് കടം വീട്ടാൻ പോലും തികയുന്നില്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹുവെ, മഈശത്തിൻ്റെ മേഖലയിലേക്ക് വേണ്ടി ഉമ്മയെ, ഭാര്യയെ, മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് പോയിട്ടുള്ള ആ പ്രിയപ്പെട്ട മകൻ, അള്ളാഹു ആ മകൻ്റെ ജോലിയിൽ നിന്ന് ബർക്കത്ത് നൽകണേ. അള്ളാഹ് ഇസ്സത്തുള്ള ജീവിതം നൽകണേ റഹ്മാനെ. കടങ്ങൾ വീട്ടാനുള്ള അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. റാഹത്തുള്ള ജോലി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ അള്ളാഹു ഇനി സലാമത്ത് നൽകണേ അള്ളാഹ്. അതുപോലെ കുഞ്ഞിമരക്കാർ, എടപ്പാളുള്ള കുഞ്ഞിമരക്കാരാണ്. പിന്നെ ഭാര്യ ഖത്തം ഓതിയിട്ടുണ്ട്. അതുപോലെ മരണപ്പെട്ടു പോയ ഉമ്മ, ഉപ്പ, പിന്നെ മറ്റു കുടുംബാദികളുടെ മഗ്ഫിറത്തിന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 25,000 സ്വലാത്ത്, 25,000 ദിക്റും 2500 സ്വലാത്തും ചൊല്ലിയിട്ടുണ്ട്. അള്ളാഹു അവർ ഓതിയ ഖത്തം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ചൊല്ലിയ ദിക്റും സ്വലാത്തും അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലം മരണപ്പെട്ടു പോയ ഉമ്മാക്കും ഉപ്പാക്കും, അതുപോലെ ആ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെയൊക്കെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ നാളെ നമ്മുടെ ഖബറൊക്കെ അള്ളാഹു സലാമത്തിലും റാഹത്തിലും സന്തോഷത്തിലൊക്കെ ആക്കി തരട്ടെ. അവർ ഹദിയ അയച്ചിട്ടുണ്ട് മരണപ്പെട്ടു പോയ ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ആ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ മേൽ അയച്ച ഹദിയ അത് അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പ്രതിഫലം ഉമ്മയുടെയും ഉപ്പയുടെയും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രിയപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേണ്ടി മക്കൾ ചെയ്യുന്ന ഹദിയകൾ, സ്വതക്കകൾ, അതിൻ്റെയൊക്കെ അത് എത്രയാണെന്നും അതിൻ്റെ പ്രതിഫലം എത്രയാണെന്നും അതൊക്കെ ആ ഖബറിൽ കിടന്നുകൊണ്ട് കാണുകയും കണ്ടറിയുകയും അതിൻ്റെ ഗുണഗണങ്ങൾ അനുഭവിച്ചറിയുന്നവരുമാണ് മാതാപിതാക്കൾ. അള്ളാഹു അത്തരത്തിൽ അയക്കുന്ന ഓരോരുത്തരുടെയും ഹദിയകളുടെ പ്രതിഫലം അള്ളാഹുവിൻ്റെ ഖബറിലേക്ക് എത്തിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ മകളുടെ പ്രസവം എളുപ്പമാകാനും വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാനും ഒക്കെ വേണ്ടി ഭാര്യയുടെ രോഗശമനത്തിനൊക്കെ ദുആവസിയത്ത് ചെയ്തിട്ട് അള്ളാഹു മകൾക്ക് പ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. മഹാനായ ഖാസിം വൈലുള്ളാഹി കവരത്തി തങ്ങളുടെ പേര് ദിവസേന യാസീൻ ഓതുക. രാവിലെയും വൈകുന്നേരം 13 ഫാത്തിഹ പെയ്ത് ഓതുക. യാസീൻ ഓതാൻ പറ്റാത്തന്ന് ഫാത്തിഹ പലവട്ടായിട്ട് 13 ഇങ്ങനെ ഓതുക. ഓതുക്കുമ്പോൾ അത് ഓരോ ഫാത്തിഹ ഓതുമ്പോഴും വയറിലേക്ക് ഇങ്ങനെ ഓതുക. അള്ളാഹുവെ, ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട്, ഖാസിം വൈലുള്ളാഹി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് പ്രസവം എളുപ്പമാക്കി തരണേന്ന് ഈ ഓതുന്ന ആൾ ദ്വാരക്ക. വെള്ളത്തിൽ ഊതി മന്ത്രിച്ചും കുടിക്കാം. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ആയിക്കൊണ്ട് വെള്ളം ഊതി മന്ത്രിച്ച് കുടിക്കാം. അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ പ്രസവം എളുപ്പമാക്കി തരട്ടെ. എൻ്റെ മകളും പ്രസവത്തിൻ്റെ ഡേറ്റ് അടുത്തിരിക്കുകയാണ്. അടുത്ത മാസം 6-ാം തീയതിക്കുള്ളിലാണ് പ്രസവം. അള്ളാഹു നമ്മളെ മക്കൾക്കും നമ്മളെ സഹോദരിമാർ ഗർഭിണികളായവർ അവർക്കൊക്കെ പ്രസവം എളുപ്പമാക്കി കൊടുക്കട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ അവരുടെ ഭാര്യയുടെ രോഗശമനത്തിന് വേണ്ടി നിസ്കാരത്തിനൊക്കെ തടസ്സമാവുന്ന രീതിയിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല കുഞ്ഞുമരക്കാരൻ്റെ ഭാര്യയുടെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകട്ടെ. ആഫിയത്ത്, ദീർഘായുസ്സ്, സിഹത്ത്, ഖുവത്തൊക്കെ നൽകട്ടെ. ആമീൻ. അബുട്ടി കൂത്തുപറമ്പ് 2 ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പാൻ്റെ പേരിലാണ് ഓദിക്കുന്നത്. ഉമ്മാൻ്റെ വാപ്പാൻ്റെ പേരിൽ ഹദിയ അയച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മറ്റു കുടുംബാദികൾ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരുടെയൊക്കെ പേരിലേക്ക് ഈ ഓദിയ ഖത്തമുകൾ ഹദിയാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോദിയ ഖത്തമ് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പെടുന്നു വന്നവന് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഖബറിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അയച്ചു തന്ന ഹദിയ അള്ളാഹു സ്വീകരിക്കട്ടെ. അതിൻ്റെ പ്രതിഫലം ഉമ്മൻ്റെയും വാപ്പാൻ്റെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കൾ ഓർക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം ആ ഖബറിൽ നിന്ന് കിടന്ന് അനുഭവിക്കാൻ അള്ളാഹു അവർക്കും നാളെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അബൂട്ടി കൂത്ത് പറഞ്ഞവരെ മനസ്സിലെ ടെൻഷൻ, ബേജാറ്, തല ഇങ്ങനെ ചൂടാവുന്നൊരു സാഹചര്യം, വല്ലാത്തൊരവസ്ഥയിലാണ് മൂപ്പരുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗത്തിന് അള്ളാഹു ശിഫ നൽകട്ടെ. മാനസികമായ സമാധാനവും ശാന്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹാജറമ്മ കണ്ണൂർ ഹദിയ അയച്ചിട്ടുണ്ട്, ഖത്തം ഓതിയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെയൊക്കെ മൗഫറത്തിന് വേണ്ടി ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഒരു അയച്ചെന്ന ഹദിയ കബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ടവർക്കുള്ള മൗഫറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഖത്തമിൽ എന്തെങ്കിലും പാകപ്പെടുന്ന അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഖത്തം ഓതുമ്പോൾ അവരുടെ പേരിൽ ഹദിയകൾ ചെയ്യുമ്പോൾ നാളെ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മളെ പേരിൽ ഖത്തം ഓതാനും നമ്മളെ പേരിൽ ഹദിയ അയക്കാനും ഒക്കെയുള്ള തലമുറയെ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ദിക്ർ സലാത്തൊക്കെ ചൊല്ലി എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് അയക്കുക. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا ومنجينا مرشدنا
وهدينا محمد صلى الله عليه وسلم اللهم إلى أرواح جميع الأنبياء والمرسلين اللهم إلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم اللهم إلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى درجاتهم يا رب العالمين اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العظماء المذكورين പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ് ഞങ്ങളോട് ഒരുമിച്ച് കൂടിയത് നിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നിന്റെ കലാമ് പാരായണം ചെയ്തൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങൾ അറിവില്ലാത്തവരാണ് വിവരമില്ലാത്തവരാണ് നന്നായി ഖുർആൻ ഓതാൻ അറിയാത്തവരാണ് റബ്ബേ ഞങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാൻ അല്ലാഹു നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാഹ് പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഖുർആന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ അല്ലാഹുവേ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാഹ് ഞങ്ങളിൽ മരണപ്പെട്ടുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാൻ ഞങ്ങളോട് ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ സവാബിന് അവരുടെ പ്രതിഫലം അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് റബ്ബേ അവരുടെ ഖബറൊക്കെ നീ സന്തോഷത്തിനും റാഹത്തിനും സ്വർഗീയ ആനന്ദങ്ങളും നേരം പോക്കളും നിറക്കപ്പെട്ട ഖബറാക്കി കൊടുക്കണേ റഹ്മാനെ ആരോടൊപ്പം നാളെ നിന്നെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ സഹോദരി സഹോദരന്മാർ അല്ലാഹു എല്ലാവരും നിനക്കറിയാമല്ല അല്ലാഹ് അവരുടെ ജീവിതത്തിലെ പ്രയാസം നിനക്കറിയാമല്ല അല്ലാഹ് അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ വിഷമങ്ങൾ സങ്കടങ്ങൾ നിനക്കറിയാമല്ല റബ്ബേ അവർ അനുഭവിക്കുന്ന രോഗങ്ങൾ അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങൾ എല്ലാം അറിയുന്ന അല്ലാഹ് നിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്ത് ഈ പുണ്യമായ ദിവസം റബ്ബേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു നീ ഞങ്ങളെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ് എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ് എല്ലാവരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് അബ്ബേ പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് മരണപ്പെട്ടു ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹു എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരൻ എൻ്റെ അമ്മാശൻ എൻ്റെ ഉസ്താദുമാരൊക്കെ മരിച്ചു പോയിരുന്നു എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ് അവരുടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ് റബ്ബേ കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട് ഞങ്ങൾക്ക് വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ കടക്കാരായിക്കൊണ്ട് ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ല അല്ലാഹ് റബ്ബേ ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ് ചെയ്യുന്ന ജോലിയിലെ റബ്ബേ റാഹത്തും ബർക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ് കിട്ടുന്ന സമ്പത്തിന് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം ഒക്കെ നന്നാക്കി തരണേ റഹ്മാനെ അള്ളാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹ്യങ്ങളായി മക്കളെ കൊടുക്കണേ അള്ളാഹുവെ നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരുടെ ഖൈറായ ഇണകൾ നൽകി അനുഗ്രഹിക്കണേ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ വീടില്ലാതെ വിഷമിക്കുന്നവരുടെ റാഹത്തായ വീട് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ അവിടെയൊക്കെ മുറാദ് നിനക്കറിയാം അവരുടെ മനസ്സിലെ വിഷമവും പ്രയാസവും സങ്കടവും ഒക്കെ അറിയുന്ന എല്ലാ വിഷമതകൾക്കും നീ സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവർ റബ്ബേ ദിക്റും സലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ട് മുടങ്ങാതെ വിടുന്നവരുണ്ട് റബ്ബേ രണ്ടാഴ്ച എത്തുമ്പോൾ വിടുന്നവരുണ്ട് ഓരോ ദിവസവും ചെല്ലുന്ന ദിക്റുകളും സലാത്തുകളും കലണ്ടറിൽ എഴുതി വെച്ച് വ്യാഴാഴ്ച ദിവസമാകുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ കൂട്ടി നോക്കി മൊത്തം സലാത്തിൻ്റെ എണ്ണം ഞാനും എൻ്റെ കുടുംബവും കൂടി ഇത്ര സലാത്ത് ചൊല്ലി ഞങ്ങൾ ഇത്ര സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞു വിടുമ്പോൾ റബ്ബേ ആ സലാത്തുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ പ്രാർത്ഥിക്കാറുണ്ട് അല്ലാഹു ഞങ്ങളുടെ ദുആകളൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ് പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ മജ്ലിസിലേക്ക് റബ്ബേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ മജ്ലിസിലേക്ക് ഹദിയകൾ നൽകി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി അവരുടെ പേരിൽ ഹദിയ ചെയ്ത എല്ലാവരെയും ഖബൂലാക്കണേ അല്ലാഹ് അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ പരിശുദ്ധമായ മജ്ലിസിനെ ലിങ്കുകളും ഷെയർ ചെയ്തു
കൊടുക്കുന്നവർ ദിക്റ് സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് മജ്ലിസിനെ ഹയാത്താക്കുന്നവരെല്ലാവരും നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയത്തിന് നീ ഈമാനികമായ വെളിച്ചം നൽകണേ അല്ലാ. ദീനുള്ള അഹ്ലുകാരാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ സന്താനങ്ങളിൽ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട വീടുകളിലും ഒക്കെ ഈമാനികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജ് ചെയ്യാതെ ഉംറ ചെയ്യാതെ മർദിയ സിയാറത്ത് ചെയ്യാതെ റബ്ബേ ദുനിയാവിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാ. അല്ലാഹുവേ അവസാന സമയം നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ച് കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി ദിക്റ് സലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാന് മുമ്പായിക്കൊണ്ട് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.